ആരും ജിസേലിനോടെന്തോ ഉണ്ട്. ഗെയിമാണോ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തോ ഉണ്ട്. തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയില്ല. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് എന്ന് പറയാം. ലൈവായിട്ട് എപ്പിസോഡിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു സംഗതി ഇന്ന് ലൈവിൽ കണ്ടില്ല കേട്ടോ. എപ്പോഴാണ് നടന്നതെന്നുള്ള അറിഞ്ഞില്ല. ഇനി ആരെങ്കിലും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ, ഇതും എനിക്കറിയില്ല. ഞാൻ കണ്ട സമയത്ത് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു കാര്യം പറയാമെന്ന് തോന്നി. കാരണം വെച്ചാൽ ഇത് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താ അറിയോ, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള സീന് എപ്പിസോഡ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഡോക്ടർ ബിന്നിയും റെന ഫാത്തിമയും കൂടി കടന്നിട്ട് പറയുന്ന ഒരു സംസാരത്തിൻ്റെ ക്ലിപ്പാണ് നിങ്ങൾ ആദ്യം കേട്ടിട്ടുള്ളത്. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ കാണിക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. ഇവർ സംസാരിക്കുന്നത് ആര്യനെയും ജിസേലിനെയും കുറിച്ചാണ്. ഡോക്ടർ ബിന്നി ആദ്യം റെനയോട് പറയാണ്, എനിക്ക് ആര്യനും ജിസേലും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഒരു നോർമൽ രണ്ട് ബിഗ് ബോസിൽ വന്നിട്ട് രണ്ട് കണ്ടസ്റ്റൻസ് തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അവർ കയ്യിൽ തൊടുന്ന കാര്യം, ഭക്ഷണം വാരി കൊടുക്കുന്ന കാര്യം, ഇങ്ങനത്തെ സംഗതികളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിന്ന് എപ്പിസോഡ് കണ്ടവർ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇന്ന് മനഃപൂർവ്വം, ഇന്നിപ്പോൾ ഈ ഒരു ബിന്നിയുടെയും ഇവരുടെയും കേസ് ലൈവിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി അങ്ങനെ ആണെങ്കിൽ എനിക്കറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ലൈവിൽ ഇത് വന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്നെ കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. കാരണം എന്താ അറിയാം, ലൈവിൽ ഇത് കാണിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ എപ്പിസോഡ് കണ്ടവർ ശ്രദ്ധിച്ചോന്നറിയില്ല. അവിടെ ആര്യൻ ജിസേലിന് ഭക്ഷണം വായ കൊടുക്കുന്ന ഒരു സീന് ബിഗ് ബോസ് എടുത്ത് കാണിച്ചു. എന്താ റീസൺ എന്നറിയോ? നോക്കൂ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, ഈ ഒരാഴ്ച വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീക്കാണ് നാളെ ലാലേട്ടൻ വരുന്ന സമയത്ത് വരാൻ പോകുന്നത്. കാരണം വെച്ചാൽ അനുമോള് അവിടെ ആരോപിച്ചിട്ടുള്ള അനുമോൾ പറഞ്ഞിട്ടുള്ള വലിയൊരു ആരോപണമുണ്ട്. അതായത് ആര്യനും ജിസേലും തമ്മിൽ ശരിയായിട്ടുള്ളൊരു ബന്ധമല്ല, അവർ തമ്മിൽ ഒരു ചെറുക്കനും പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഇപ്പോൾ സംസാരിച്ച് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അറിയാലോ അല്ലേ? അനുമോൾ ഇപ്പോൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭയങ്കര കോലാഹലം അതിനെ ചൊല്ലി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും നാളെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ലാലേട്ടൻ എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളത്. സത്യമാണല്ലോ അല്ലേ? കാരണം വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടി രാത്രി പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കിസ് ചെയ്യുന്നത് കണ്ടു എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് വീണ്ടും അനുമോള് അവിടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കേട്ടപാടെ ഒരുപക്ഷെ ചിലപ്പോൾ രണ്ടുപേരുടെയും കൂടെ ആ ഒരു ഹൗസിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സംശയത്തിന് ഇത് നിൽക്കാം. പക്ഷേ എന്ത് ഉണ്ടായി, അവിടെ ഡയറക്റ്റായിട്ട് അനുമോളെ അങ്ങോട്ട് എല്ലാവരും എതിർക്കുന്ന സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അപ്പാനി, അക്ബർ ഗ്യാങ്ങൊക്കെ അത്ര അധികം അനുമോളെ കോർണർ ചെയ്ത് സംസാരിക്കുന്നത് കണ്ടു. പക്ഷേ അനുമോൾ ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. വീണ്ടും ജയിലിലെത്തിയതിനു ശേഷം ആ ഒരു വിഷയത്തിൽ ഇവർക്ക് ജയിലിലുള്ള ശിക്ഷ കൊടുത്തു. ഇവരെന്നും 2 മണിക്കൂർ ജയിലിൽ കിടക്കുന്നുണ്ട്. ഇവർ ജയിലിലെത്തിയ ഒരു നിമിഷത്തിൽ രണ്ടുപേരും കൂടി അവിടെ നിൽക്കുന്ന സമയത്ത് ജിസേൽ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇല്ലാത്ത കാര്യം നീ എന്തിനാണ് പറയുന്നത്? കാരണം ജിസേൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ്. ജിസേലിനെ സംബന്ധിച്ചോ ആര്യനെ സംബന്ധിച്ചോ പുറത്തേക്ക് ഇമേജ് പോയി കഴിഞ്ഞാൽ, പുറത്തേക്ക് പോകുന്ന ഔട്ടിൽ അവർക്കൊന്നും ബോധറാവുന്നൊരു സിറ്റുവേഷനിലല്ല. അവർക്കത് വിഷയമല്ല. കാരണം ജിസേൽ എടുത്ത് തുറന്ന് പറയുകയും കൂടി ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഗ്രോണപ്സ് ആണ്, ഞങ്ങൾ ഇങ്ങനത്തെ സംഗതികളാണ്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ലേറ്റ് നൈറ്റായിട്ട് ഇവർ ഇൻ്റർനാഷണൽ ഡേറ്റിങ്ങിനെ കുറിച്ചടക്കം സംസാരിച്ചു. അവർ അത്രയും ഫോർവേഡ് തിങ്കിങ് ആണ്. അവർ നമ്മൾ വിചാരിച്ചൊരു സിറ്റുവേഷൻ അല്ല. അവർ മലയാളി ബിഗ് ബോസിൽ വരുന്നു എന്നേ ഉള്ളൂ, അല്ലാണ്ട് അവർ മലയാളത്തിൽ ഉള്ള ആൾക്കാർ ചിന്തിക്കുന്ന നമ്മൾ ആ ഒരു കണ്ടീഷനിലല്ല അവർ. അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല എന്നുള്ള സിറ്റുവേഷനിൽ വന്നിരിക്കുന്ന സമയത്ത് ജിസേൽ ഈ ജയിലിനുള്ളിൽ ഇവളോട് അനുമോളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് സോറി പറയാത്ത, നീ സോറി പറ എന്ന് പറയുന്ന സമയത്തും അനുമോൾ പറയണില്ല, ഞാൻ സോറി പറയില്ല. അപ്പോഴും അനുമോൾ ആ ഒരൊറ്റ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അപ്പം നാളെ ഇത് ലാലേട്ടൻ വരുന്ന സമയത്ത് ചോദിക്കും എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആര്യൻ ജിസേൽ ഫാൻസ് ഉണ്ട്. അനുമോൾക്കെതിരായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് ചോദിച്ചിട്ട് മിക്കവാറും അനുമോൾ ബിഗ് ബോസ് നിന്ന് പുറത്തു പോകേണ്ടി വരും എന്നടക്കം ചിന്തിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് ഇന്ന് ഏഷ്യാനെറ്റ് എപ്പിസോഡിൽ തന്നെ അതിനുള്ളിലുള്ള കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ഡോക്ടർ ബിന്നിയും റെന ഫാത്തിമയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. റെനയും രണ്ടുപേരും കൂടി കിടന്ന് സംസാരിക്കുന്നത് ഇവർ തമ്മിൽ എന്തോ ഒരു അന്തർധാരമുണ്ട്. ഞാൻ ആ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ. വീഡിയോ ഞാൻ ബ്ലർ ചെയ്ത് ഇത് ചെയ്തിട്ടാണ് കാണിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ വയ്യ. എപ്പിസോഡ് കണ്ടവർക്ക് ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. ഒരു കാര്യം കൂടി പറയട്ടെ, ക്ലിപ്പ് കാണിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ജിസേലിനോടെന്തോ ഉണ്ട്. ഗെയിമാണോ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തോ ഉണ്ട്. തോന്നിയിട്ടുണ്ടോ?
എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഈ ഇൻസിഡന്റ് വന്നില്ലേ അനുമോൾ പറഞ്ഞത്, അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട്. അതായത് ആദ്യം ബിന്നിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ അനുമോള് പറഞ്ഞിട്ടുള്ള ഈ ഇൻസിഡന്റ് വന്നതിന് ശേഷം ഞാൻ കൂടുതൽ ശ്രദ്ധിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി എന്തോ അവർ തമ്മിലുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ ബിന്നി പറയുന്നത്. കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോൾ അതായത് ഒരു പോയിന്റിൽ അവൾ അവിടെ ഇരിക്കുക, അപ്പം അവന് പിന്നെ ഒരു സംഭവം പറയുന്നത് ഡോക്ടർ ബിന്നിയാണ് കേട്ടോ, അത് മറക്കരുതേ, അതാരും മറക്കരുത്, അത് ഓർത്ത് വെച്ച് അത് ചിന്തിക്കണം കേട്ടോ. അവൾ അവിടെ ഇരിക്കുക, അപ്പം അവനിങ്ങനെ കൈയെടുത്തിട്ട് വെറുതെ അപ്പൊ ഞാൻ ഓർത്തത് എന്തിനാ വെറുതെ അങ്ങനെ ചെയ്യണത്, എന്തിനാ എന്ന് തെറ്റായിട്ട് അതിലേക്കല്ല പറയുന്നത്. ആ റെഫ്ലക്ഷൻ വരുന്നതൊക്കെ നല്ലതാണ്. എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതായത് അവർ തമ്മിൽ ഇരിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ തൊടുന്നുണ്ട് എന്നുള്ള കേട്ടോ. എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഒരു അമ്മയുടെ നല്ലൊരു ബോണ്ട്, അതും കെമിസ്ട്രി നല്ല രീതിക്കുണ്ട്. എനിക്ക് അവര് തമ്മിൽ നല്ലൊരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. അതെന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ലേ. കൈ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ പിടിക്കണമെങ്കിൽ എന്താ കാര്യം? അത് ഒരു തവണയല്ല രണ്ടവണയല്ല. ഒരാള് മാത്രല്ലല്ലേ അവിടെ കുലസ്ത്രീ ആയിട്ടുള്ളൂ അല്ലേ. ഏറ്റവും വിറ്റ് എന്താ വെച്ചാല് ഇതിന്റെ കൂടെ നിൽക്കുന്നത് ജെൻസിയാണ്. ഏത് മറ്റേ റെന ഫാത്തിമ സംസാരിക്കുന്ന ആൾക്കാരാണ് അവിടെ ബിഗ് ബോസ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. ഒന്ന് ഡോക്ടർ ബിന്നി. ഒരു പക്ഷെ ചിലപ്പോൾ ഇത് അനുമോൾ അവിടെ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു വിഷയം, പ്രത്യേകിച്ച് പുതപ്പിനുള്ളിൽ കിടന്നിട്ട് രാത്രി കിസ് ചെയ്തു എന്നുള്ള വിഷയം അനുമോൾ ഉന്നയിച്ചില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ ഇപ്പോൾ ഒരു ചെറുക്കനും പെണ്ണും കൈ അതിനുള്ളിൽ രണ്ടാൾക്കാർ തമ്മിൽ പിന്നെ കൈ തൊടുന്നതെന്ന് എന്താ കുഴപ്പമുള്ളത്? അവർ രണ്ടുപേരും നോർത്ത് ഇന്ത്യൻസ് ആണ്, അവർ ഹിന്ദി സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ബിഗ് ബോസിൽ ഇറിറ്റേറ്റ് ആവുന്ന ഒരു സംഭവമാണിത്. നമുക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാഞ്ഞിട്ടല്ല, മലയാളം ബിഗ് ബോസ് ആ അതിൻ്റെ നിലയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തിട്ട് ഈ ഒരു വിഷയത്തിൽ. കാരണം മലയാളം ബിഗ് ബോസ് ആണെങ്കിൽ അതിൻ്റെ നിലയ്ക്ക് പെരുമാറണം. ഇതൊന്നും പോരാത്തതിന് നെവിൻ്റെ വക മുറി ഇംഗ്ലീഷ് വേറെ. എൻ്റെ അമ്മോ, ഇന്നൊക്കെ ഓണായിട്ട് ഓണത്തിനെ കുറിച്ചൊക്കെ ഞാൻ ഡിബേറ്റ് ചെയ്ത് പോകുമെന്ന് വിചാരിക്കരുത്. ഓണായിട്ട് ഓണത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് മലയാളത്തിൽ പലരും പറഞ്ഞതിന് പകരം നെവിൻ കിടന്ന് കിട്ടി. ശരിയാണ്, അവർ എൻ്റർടൈനറും ഒക്കെയാണ്, പക്ഷെ എന്നാലും എന്തൊരു അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു ഓണായിട്ട് ഇതൊക്കെ എടുത്തിട്ട് ഇവൻ പായസം വെച്ചതിനെ പറ്റിയോ എന്താ പൂക്കളിട്ടതിനെ പറ്റിയോ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. മൈ ഗോഡ്, എനിക്ക് സത്യം പറയാം ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാഞ്ഞിട്ടല്ല, എന്നാൽ അതും കൂടി ഒന്ന് പറഞ്ഞു വെക്കട്ടെ. ചില ആൾക്കാർ പറയും ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയാമെന്ന് ചോദിക്കും. ഒന്നുമല്ല, ഒക്കെ നന്നായിട്ട് അറിയാം, പക്ഷെ ഒന്നല്ല വിഷയം. പക്ഷേ മലയാളം ബിഗ് ബോസ് ആണ് ആ ഒരു സംഗതിൻ്റെ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദിസ് തിങ്, ഇത് ഇങ്ങനൊരു വിഷയം ഓൾറെഡി അവിടെ ഈ ഒരു കിസ്സിങ് വിഷയം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും തുടങ്ങിയത്. പക്ഷെ ഇതിൽ ഇൻവോൾവ് ചെയ്തത് ഒന്ന് ഡോക്ടർ ബിന്നിയാണ്. ശരിയാണ്, ഡോക്ടർ ബിന്നിയുടെ പരിപാടികളൊക്കെ നമ്മൾ ഈടായിട്ട് പല വീഡിയോസും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തിരിക്കുന്നത് ജെൻസി, റെന ഫാത്തിമ, ഏറ്റവും ലേറ്റസ്റ്റ് വൈബ് നമ്മളെ ലേറ്റസ്റ്റ് എല്ലാവരും തന്ത വൈബ്. അതായത് ഒനിയിൽ പറഞ്ഞ പോലെ റെന ജനിക്കുന്നതിന് മുന്നുള്ള കാര്യങ്ങൾ മുഴുവൻ തന്ത വൈബ്, അതായത് ഓൾഡ് ജെന്നാണെന്ന് പറയുന്ന ന്യൂജൻ വ്യക്തിയാണ് കേട്ടോ. നല്ലൊരു ബോണ്ട്, അതും കെമിസ്ട്രി നല്ല രീതിക്കുണ്ട്. എനിക്ക് അവര് തമ്മിൽ നല്ലൊരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. അതെന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ലേ. കൈ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ പിടിക്കണമെങ്കിൽ എന്താ കാര്യം? അത് ഒരു തവണയല്ല രണ്ടവണയല്ല. ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. ഒരു കാര്യം ഞാൻ കൂട്ടത്ത് പറയട്ടെ കേട്ടോ. ഇന്ന് ഈ വിഷയം പറയുന്ന സമയത്ത് ആര്യനെയും ജിസേലിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടൊന്നും പറയണേ, നിങ്ങൾ കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ഗബ്രി ഈ വിഷയത്തിനെ ഇങ്ങനെയല്ല സമീപിച്ചിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കണം. കാരണം വെച്ചാൽ അവർ തമ്മിലുണ്ടായ കാര്യങ്ങൾ, അവരിപ്പോഴും നല്ല ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകുന്നുണ്ട്, എന്തോ റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടോ വട്ടെവർ. പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് അവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നഖശികാന്തം എതിർത്ത് അതിനൊക്കെ വാരി എറിഞ്ഞ് എന്താ പറയുക ഇട്ട പ്രശ്നമാക്കിയ ആൾക്കാരാണ് ഇന്ന് ഇതിനെ ന്യായീകരിക്കുന്നത്. അത് ആര്യൻ, ഇത് ജിസേൽ, അത് ഇത് വേ അല്ലേ. അത് മേ ബി ഒരു ചിലപ്പോൾ അവരുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡർ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും വിഷമം പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അതിന്റെ പേരിൽ ഒരു ആശ്വസിപ്പിക്കലാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. കാരണം അവരെന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് രണ്ടുപേർക്കും എടുത്ത് വെക്കും. രണ്ടുപേരും കൂടിയാണ് ഫുഡ് എടുത്ത് വെക്കില്ല, അത് വായ കൊടുക്കുന്ന സംഭവം ഒന്ന് കാണിച്ചിരുന്നു, ഭക്ഷണം വാരി കൊടുക്കുന്ന ഒരു സംഗതി കാണിച്ചിരുന്നു കേട്ടോ എപ്പിസോഡിൽ. ഭയങ്കര കെയറിംഗ് ആണ്, ഭയങ്കര കെയറിംഗ് ആണ്. ഫുഡ് എടുത്ത് വെക്കലായാലും വാല് വെച്ച് കൊടുക്കലായാലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതെന്താ ലവ് ആണോ, അത് ഞാൻ ആണല്ലേ, ഒരുമിച്ചതിനെ കൊണ്ടുള്ള ഒരു ലൈക്കാണ്, അങ്ങനെയാണ് അവർ പറയുന്നത്. അങ്ങനെയല്ലേ എടുക്കാൻ പറ്റുന്നത്. നേച്ചർ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. എനിക്ക് കണ്ടോ, ഇതിൻ്റെ വേറൊരു സംഗതി കൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ വിഷയം. നേച്ചർ വെച്ച് നോക്കുമ്പോൾ ആര്യനെ അവർക്ക് ഇഷ്ടപ്പെടാം. എങ്ങനെയാ ചങ്ങായിനെ, അത് പറയുന്നത് ആരാന്നുള്ളതാണ്, പറയുന്നത് ആരൊക്കെന്നുള്ളതും കൂടി പ്രസക്തമാണ് കേട്ടോ അവിടെ. സത്യം പറഞ്ഞ എൻ്റെ ഒരു അവസ്ഥ പറയട്ടെ, ആര്യൻ്റെ ക്യാരക്ടർ ബിന്നിക്കും റെനയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല, ഈ ആര്യന് മറ്റോരോ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നില്ല.
ഇവറ്റകളെ മൂന്നെണ്ണത്തിൻ്റെ ക്യാരക്ടർ എനിക്കും ഇഷ്ടപ്പെടില്ല. എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് ആര്യനെ കണ്ണെടുത്തും കണ്ടില്ല. ഞാൻ അവൻ്റെ അടുത്ത് പറയാറുണ്ട്, അവൻ വെറും മണ്ടൻ. മണ്ടെന്ന് വെച്ചാൽ നല്ലതരം വിളിച്ചു പറയുന്നതിനൊരു പരിധിയൊക്കെ അതാ പറയുന്നത്. ആ മനുഷ്യട്ട് എനിക്ക് ഒരു മനുഷ്യനെ എക്സ്പെക്ട് ചെയ്യുന്ന റെസ്പെക്ട് പോലും കൊടുക്കില്ല ആര്യന്. നീ പോറകെ അവൻ അനീഷേട്ടനല്ല, ഒരു മനുഷ്യൻ എക്സ്പെക്ട് ചെയ്യുന്ന റെസ്പെക്റ്റ് പോലും കൊടുക്കുന്നില്ല ആര്യൻ. ഇതാണ് അവിടെ റെന ഫാത്തിമ പറഞ്ഞു വെക്കുന്നത്. ഈ പറയുന്ന റെന ഫാത്തിമ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടായിരിക്കില്ലേ? ഇപ്പോൾ കൊടുക്കുന്നത് നമ്മൾ കാണായിട്ടാണോന്ന് അറിയില്ല, നമ്മളും കുറേ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഇൻവോൾവ് ചെയ്ത പാർട്ടികളൊക്കെ ഏകദേശം ഒന്നിനൊന്നിന് സമാസമ ആൾക്കാരായതുകൊണ്ട് അതങ്ങനെ അങ്ങോട്ട് തീർന്നു പോകുന്ന വിചാരിക്കുക. തീർന്നു പോകല്ല, പക്ഷെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രസക്തി എന്താ വരുന്നത് വെച്ചാൽ, ഇന്ന് വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിൽ ഇവരിത് പറഞ്ഞ സംഗതി ടെലികാസ്റ്റ്, ഇവരിത് പറയാനും കാണിച്ച സംഭവം, കാരണം ഈ വീക്കെൻഡ് എപ്പിസോഡ് ആവാനായി, ഇവർ പറയാൻ കാണിച്ചതും ബിഗ് ബോസ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വിഷയം ഫുള്ള് കാണിച്ചു. കാരണം ബിഗ് ബോസിന് അവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം ഇത് ചർച്ചയാവണം. കാരണം വെച്ചാൽ നാളെ ലാലേട്ടൻ വരുന്ന സമയത്ത് ഈ ഒരു ഔട്ട് ആദ്യം ആൾക്കാരിലേക്ക് എത്തി പെർഫെക്റ്റ് ആയിട്ട് സാധനം എത്തി. സംഭവം ഭയങ്കര പരിപാടി. ഇതൊക്കെ കോയിൻസിഡൻസ് ആണോ, അതിൽ ഇത് വേറെ വല്ല പരിപാടികളുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യണം, അനുമോളെ അടിച്ച് പറപ്പിക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. സംഗതി എന്താണെന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് സപ്പോർട്ട് ഇപ്പോഴും അനുമോൾക്കാണ്. ഇപ്പോൾ വോട്ടിംഗ് ആണെന്നുണ്ടെങ്കിലും പുറത്ത് സപ്പോർട്ടാണെങ്കിലും പോളുകളും എന്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ടോപ്പിൽ നിൽക്കുന്നത് അനുമോൾ തന്നെയാണ്. അനുമോള്, ഷാനവാസ്, അനീഷ്, ഗിസേൽ ഈ ടീം തന്നെയാണ് മുകളിൽ നിൽക്കുന്നത്. ഈ 3-4 അടുത്തത് ഞാൻ പറയുന്നില്ല, ബാക്കി പിന്നെ ചിലപ്പോൾ മിന്നിയും അറിയാം. വൈൽഡ് കാർഡുകൾ വരുന്ന സമയത്ത് ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചു, ഒന്നും നടക്കുന്നില്ല. മസ്താനി കുറച്ചൊരു ഇറിറ്റേറ്റിംഗ് ആണ്. അയച്ചിട്ട് സപ്പോർട്ട് കിട്ടുന്ന ടൈപ്പല്ല, പക്ഷെ ഒരു ബിഗ് ബോസിന് വേണ്ടി ഇറിറ്റേഷൻ മസ്താനി കൊടുക്കുന്നുണ്ട്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും ബിഗ് ബോസിനെ സംബന്ധിച്ച് അതൊരു കാര്യമാണ്. ബിഗ് ബോസ് എന്ന ഷോനെ സംബന്ധിച്ച് പോട്ടെ, ഞാൻ മിക്സ് ചെയ്യുന്നില്ല. ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡ് റിവ്യൂ പറയുന്ന സമയത്ത് പറയാം. എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.